ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ലണ്ടൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടാട്ടോ. നമ്മൾ ആ ഒരു ദിവസം പിന്നെ തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ ലാസ്റ്റ് നിർത്തിയത് ബോറോ മാർക്കറ്റിൽ പോകണതായിരുന്നു. ഇത് നമ്മളിപ്പം പോണത് ബ്രിട്ടീഷ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ട്യൂബ് നോക്കി പോയി. ഇതൊക്കെ എളുപ്പമാട്ടോ. അവിടേക്ക് കുറച്ച് ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 10 മിനിറ്റോ അങ്ങനെ എന്തോ ഉള്ളായിരുന്നു. അങ്ങനെ ഇതാ അവിടെയുള്ള ഭാഗമാട്ടോ. ഇവിടെ വൈകുന്നേരം 4 മണിക്ക് ശേഷം പോയിട്ടുണ്ടെങ്കിൽ 5 പൗണ്ടാണ് കൊടുക്കണ്ട. അതായത് നമ്മൾ ഡേ ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ 5 പൗണ്ട് എൻട്രി ഫീസായിട്ട് കൊടുക്കണം. പിന്നെ വൈകുന്നേരം പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഉള്ളിലോട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ലഗേജോ ട്രോളി ബാഗോ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളിലോട്ട് അവരെ അലോ ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യും? കാരണം ഞങ്ങളെടുത്ത ഈ ട്രോളി ബാഗ് ഉണ്ടല്ലോ. അങ്ങനെ പുറമേ നിൽക്കുന്ന ചേട്ടൻ പറഞ്ഞു ഞാൻ കീപ്പ് ചെയ്തോളാം. ആൾ എന്തൊക്കെയോ അവിടെ ഈ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു, ഈ നമ്മളെ ഈ മാല അങ്ങനത്തെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിലും ലാസ്റ്റ് നമ്മളെല്ലാം വിശ്വാസത്തിൻ്റെ പേരിലാണല്ലോ. അങ്ങനെ വിശ്വാസം കൊണ്ട് നമ്മൾ അവർക്ക് കീപ്പ് കൊടുത്തു. ആൾക്ക് 5 പൗണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ആ ഇത് ബോക്സ് കീപ്പ് ചെയ്യുന്നതിന്. അപ്പം നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഉള്ളിലോട്ട് പോവുകയാണ്. വലിയ ബിൽഡിംഗ് ആട്ടോ. എന്ത് രസമായിട്ടാണ് അവരത് സ്ട്രക്ചറൊക്കെ ചെയ്തത്. ഇതുപോലെ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ ഒരുപാട് കുറച്ചുകൂടെ ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇവർ ഇതുപോലെയൊക്കെ ചെയ്യുമ്പം അത്രയും എനിക്ക് അതൊന്നും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കുറേ കാര്യങ്ങളാണ്. പിന്നെ അവരുടെ ഹിസ്റ്ററി ഇതൊക്കെയാണ്. അത് കുറേ പേർക്ക് താല്പര്യം അതിൻ്റെ ഫോട്ടോസ് കാണാനും പിന്നെ അതിൽ എഴുതിയത് വായിച്ച് കുറേ പേര് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല താല്പര്യമായിരിക്കും. നമുക്ക് പിന്നെ ഇതൊക്കെ എനിക്കിത് ഒരുപാട് ഇങ്ങനെ വായിച്ചിരിക്കാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ സ്ഥലം ഇങ്ങനെ കണ്ട് റൗണ്ട് ചെയ്ത് പോവാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ നല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് എടുക്കാനും ഇഷ്ടമാണ്. ഇതിൽ മെയിനായിട്ട് അവരുടെ ഹിസ്റ്ററി കാര്യങ്ങൾ, പിന്നെ നമ്മളെ പിരമിഡ്, പിന്നെ മമ്മീസ് ഇല്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായി തോന്നി അവരുടെ ലൈബ്രറിയാണ്. എന്ത് രസമായിട്ടാണ് അത് സ്ട്രക്ചർ ചെയ്ത്. നല്ല രസമുണ്ട്. വലിയൊരു സർക്കിൾ രീതിയിൽ നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നില്ലേ? പക്ഷേ ക്യാമറയിൽ അത്ര ഭംഗി കിട്ടില്ല കേട്ടോ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി എപ്പോഴും ഈ ഒരു എത്ര വീഡിയോ എടുത്താലും അതിൽ കാണാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് കുറേ റൗണ്ട് അടിച്ച് ഞങ്ങൾ കുറേ വീഡിയോസും ഇതൊക്കെ നോക്കി. ഇതിന്ന് ബുക്സ് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒന്നും കണ്ടില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ കുറച്ച് നേരം നടന്നു. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് കുറേ സാധനങ്ങൾ ട്രൈ ചെയ്തു. അതായത് ഇവിടെ ഇഷ്ടം പോലെ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, പിന്നെ ബാഗുകൾ, വാച്ചുകൾ, ഇതിൻ്റെയൊക്കെ ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ളിലൊക്കെ കയറി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെച്ച് നോക്കി. വാങ്ങിയിട്ടില്ലെങ്കിലും നോക്കി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, ഇറ്റാലിയൻ ബിയർ കഫേ എന്ന് പറഞ്ഞിട്ട്. ലണ്ടനിൽ കിട്ടുന്ന ഒരു വൈറലായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. ഒരു 2-3 സ്പോട്ടുകളുണ്ട് മെയിൻ അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അതിലൊരു സ്ഥലത്താണ് അത്യാവശ്യം നല്ല റിവ്യൂ അതിൽ ഫേമസ് ആയിട്ടുള്ള നിൽക്കുന്നുണ്ട് ഷോപ്പിലാണ് കയറിയത്. അങ്ങനെ അത്യാവശ്യം നല്ല ക്രൗഡാട്ടോ. നമ്മൾ ഇതുപോലെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു സീറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ 2 സീറ്റ് ഒഴിഞ്ഞപ്പം അവർ നമ്മളെ വിളിച്ചു. അപ്പം നമ്മളവിടെ പോയി നിന്നു. അതിൽ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ടേബിളിലും. അപ്പോൾ ഞങ്ങൾ 2 പേരെ കൈയൊക്കെ കോർത്ത് പിടിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസ് എടുത്തു. രസമാണല്ലോ, നമുക്കിത് എപ്പോഴും കാണാമല്ലോ വീഡിയോസ്. കുറേ പേര് പല ടൈപ്പ് ഐറ്റംസ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എല്ലാവരും ഈ ഹോട്ട് ചോക്ലേറ്റും വാങ്ങിക്കുന്നുണ്ട്. ഇതിൻ്റെ 3 സൈസുകൾ അവൈലബിൾ ആട്ടോ. സ്മോള്, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ട്രിപ്പിൾ ഹോട്ട് ചോക്ലേറ്റ് ആണ് വാങ്ങിച്ചത്. ഇത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. ഈ 3 അതായത് ടൈപ്പ് ചോക്ലേറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അതിന് 2.5 പൗണ്ടാണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നതിന് വരുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. കാരണം ആ പ്ലേറ്റിലും കൂടെ വരും. നല്ല ക്രീമി ആയിട്ട് ഹോട്ട് ചോക്ലേറ്റ് ആട്ടോ. നമ്മളൊക്കെ നോർമൽ കടയിൽ നിന്ന് ഈ ചായ പോലത്തെ അല്ലെങ്കിൽ കോഫി പോലത്തെ ടെക്സ്ചറിലല്ലേ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാറുള്ളത്. പക്ഷേ ഇത് ശരിക്കും ചോക്ലേറ്റ് പോലെ തന്നെ ഇങ്ങനെ ഭയങ്കര തിക്ക്
തിക്കായിട്ടാണ് വരുന്നത് ഹോട്ട് ചോക്ലേറ്റ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഹസ്ബൻഡ് വാങ്ങിച്ചത് ഒരു മോച്ച ഫ്ലേവർ വരുന്ന വേറൊരു ടൈപ്പ് ഹോട്ട് ചോക്ലേറ്റാണ് വാങ്ങിച്ചത്. അതിലും ഇതേപോലെ തന്നെ ട്രിപ്പിൾ ചോക്ലേറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. ശരിക്കും ഇതിൻ്റെ ആരെങ്കിലും ഇനി പോകുന്നുണ്ടെങ്കിൽ സ്മോള് വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ നന്നാവുക. കാരണം നമ്മൾ ആർത്തി കൊണ്ട് ഇതിൻ്റെ മീഡിയം ആണ് ഓർഡർ ചെയ്തത്, തികയില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്ത്. കാരണം നല്ല മധുരമുണ്ട്. പിന്നെ ഓൾറെഡി ഈ പുറമേക്ക് കിടക്കുന്ന ചോക്ലേറ്റ് ഞാൻ ആദ്യം തന്നെ വാരി കോരി കഴിച്ചു. അപ്പോൾ എനിക്കത് പെട്ടെന്ന് മടുത്തിട്ട് പിന്നെ ഹസ്ബൻഡാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്. കാരണം ക്യാഷ് പോവുമല്ലോ, നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടില്ല വാങ്ങിക്കുന്നത്. അങ്ങനെ വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെയോ കഴിച്ചിട്ട് ലാസ്റ്റ് അതൊക്കെ പോട്ടെ. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക്, ഇതൊക്കെ ഈ സ്ട്രീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഔട്ടർ നെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോട്ട് ഉണ്ട് ഇവിടെ. എന്ന് പറയുമ്പോൾ മൊത്തം 360 ഡിഗ്രി സ്ക്രീനിൽ വരുന്ന കാര്യമാണ് ഇത്. നമ്മൾ ഈ ന്യൂയോർക്കിലൊക്കെ പോയ രീതിയായിരുന്നു എനിക്കപ്പോൾ തോന്നിയത്. കാരണം നമ്മൾ കാണാറില്ലേ ന്യൂയോർക്കിൽ പുറമേ ഉള്ള ബിൽഡിങ്ങിലൊക്കെ വലിയ സ്ക്രീനിൽ കാര്യങ്ങൾ പ്ലേ ചെയ്യുന്നത്, അതേപോലെയായിരുന്നു കേട്ടോ ഇത്. ഇവിടെ നല്ല രസത്തിൽ അതിങ്ങനെ ഓരോരോ ടീമിലും ഓരോന്നും അവർ പ്ലേ ചെയ്യും. കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കാരണം ഫുൾ കളർഫുള്ളായിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാം കുറേ പേര് അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ബർത്ത്ഡേ വിഷോ അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ ക്യാഷ് കൊടുത്ത് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ പല ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസിലൊക്കെ അവർ പ്ലേ ചെയ്യും. പോലെ പല പല ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള റീൽസുകളൊക്കെ എല്ലാം അല്ലാണ്ട് സെപ്പറേറ്റ് ഒരു ഭാഗത്ത് പോയി നമ്മളെ ഫോൺ കണക്ട് ചെയ്യാനും പറ്റും. ഞാൻ സൈഡിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ആൾക്കാർ ചെയ്യും. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. കാരണം രാത്രിത്തെ ഫുഡും കൂടെ കഴിച്ച പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് ബസ്സിലത്തെ വ്യൂ ആട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ്.